കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്ന് എല്ലാവരെയും ഒരുപോലെ അലച്ചിലുണ്ടാക്കുന്നതും ചിന്ത ഉണ്ടാക്കുന്നതുമായ ഒരു പ്രശ്നമാണ് കടം. എല്ലാവർക്കും സാമ്പത്തിക ദുരിതമാണ്, സാമ്പത്തികം കടമാണ്. കടം 5 ലക്ഷം ആയാലും 1 ലക്ഷം ആയാലും 1 രൂപയായാലും കടമാണ്. അത് ലക്ഷങ്ങളാവാം, കോടികളാവാം, പലതരത്തിലാണ് കടങ്ങൾ. ഈ കടം എങ്ങനെ വീട്ടും? എത്ര പണിയെടുത്താലും കടം വീട്ടാൻ പറ്റുന്നില്ല. നമുക്ക് വലിയ തുക കിട്ടിയാലേ കടം വീട്ടാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെ കടം വീട്ടാം, എങ്ങനെ ഈ കടം നമ്മൾ ഒഴിവാക്കാം, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വീണ്ടും നമ്മൾ കടത്തിലേക്ക് തന്നെ ചെന്നെത്തുകയാണ്. കടം വീട്ടാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വ്രതങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ഉണ്ട് കടം വീട്ടാൻ. പക്ഷെ കടം വരാതെ നോക്കുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലരുടെ പ്രവൃത്തിയിലൂടെ വരുന്ന ദുരന്തങ്ങൾ മൂലമൊക്കെ ചിലപ്പോൾ കടം വരാം. ഇനി വലിയ കടം വന്നാൽ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മിറാക്കിൾ പോലെ മാറ്റിയെടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. കുറേശ്ശേയൊക്കെ ആയിട്ട് നമുക്ക് അതിന് പരിഹാരങ്ങൾ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ കടങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തന്നെ ഈ കടം എന്നുള്ള വാക്കുകൾ നമ്മൾ ഇങ്ങനെ മനസ്സിലിട്ട് ആവർത്തിക്കാതിരിക്കുക. ഇപ്പൊ തന്നെ 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നമ്മൾ ഇതുപോലെ ഇത് പറയാതിരിക്കുക. നമ്മൾ ഒരാൾക്കൊരു കുറെ തുക കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണായാലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്ന ഒരു തുക, 1 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരാൾ തന്നു. അത് നമ്മൾ അയാൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോദിക്കാന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കൊടുക്കാന്ന് പറയുന്ന സമയത്തോ നമ്മളത് തിരികെ നൽകണം. നമുക്ക് ആവശ്യത്തിന് ഒരാൾ ഒരു സാധനം തന്നു, അത് നമ്മൾ തിരികെ കൊടുക്കുന്നു. അതിനെ നമ്മൾ രൂപയായതുകൊണ്ട് കടം എന്ന് പറയണ്ട. അദ്ദേഹം നമ്മളെ സഹായിച്ചു. അങ്ങനെ പണ്ട് കുബേരൻ പറഞ്ഞിട്ടുണ്ട്, സഹായിക്കുന്നതിനോ പണം ഋണമായി വാങ്ങുന്നതിനോ വിരോധമില്ല. പക്ഷെ പണം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ചെറിയ ഒരു ധനസ്ഥിതിയുടെ വർധനവോടെ, അതായത് പണത്തിന്റെ പലിശയോട് കൂടി, അതിനെയാണ് എല്ലാവരും പലിശ എന്ന് പറയാം, അത് തിരികെ നൽകുക. അങ്ങനെ തിരികെ നൽകുമ്പോൾ എന്താണ്? വീണ്ടും ആ ധനം അവിടെ വന്ന് കൂടും. ആ ധനത്തെ മറ്റൊരാൾക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും, ഉപകാരപ്രദമാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനെങ്ങനെ കടമാണ് എനിക്ക് കടമാണ് അങ്ങനെ പറയാതെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ, ഒരാള് നമുക്ക് തന്ന 1 രൂപ, അത് നമ്മൾ ആവശ്യത്തിന് തിരിച്ചു നൽകുന്നു. ആവശ്യത്തിന് തന്നു, അതായത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് തിരിച്ചു നൽകുന്നു. അത് നമ്മുടെ ധനമാണ് എന്ന് വിചാരിക്കുക. തിരിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ചോദിച്ചാൽ കിട്ടും, വേറെ ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും തരും. അപ്പോൾ അത് ധനമാണ്, നമ്മുടെ കടമല്ല, ധനമാണ് എന്ന് മനസ്സിനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ധനമാണ്, എന്റെ കയ്യിൽ അത്രയും രൂപ ധനമുണ്ട്, എന്റെ കയ്യിൽ അത്രയും രൂപ ധനമുണ്ടെന്ന് മനസ്സിനെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മളത് കയ്യിലുണ്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇപ്പുറത്തേക്ക് ധനം ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ ഇനി ഈ പറയുന്ന ധനം തിരിച്ചു കൊടുക്കാൻ നമുക്ക് മാർഗമില്ലെന്ന് വിചാരിക്കാം. നമ്മൾ അതിന് ചെയ്യേണ്ട ചെറിയ ഉപാധികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഋണമോചന മംഗല സ്തോത്രം, അത് ചെറിയൊരു കൈബുക്കായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി അങ്ങനെ അറിയുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണാതെ ഒരു ആചാര്യനിൽ നിന്ന് ചൊല്ലി ഗ്രഹിച്ച് സ്വീകരിച്ച് അത് നല്ല ചൊല്ലി തെറ്റുകൂടാതെ ഗൃഹസ്ഥമാക്കുക. അത് അങ്ങനെ ചെയ്യുന്നത് കൂടാതെ നമ്മൾ കനകധാരാ സ്തോത്രം ഉണ്ട്. കനകധാരാ സ്തോത്രം നമുക്കറിയാം, പണ്ട് എന്താണ്, ശങ്കരാചാര്യര് ഭിക്ഷയാചിച്ച് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ ബ്രാഹ്മണ സ്ത്രീ എന്താണ്, ഭിക്ഷ കൊടുക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്രാഹ്മണൻ ഭിക്ഷയ്ക്ക് വന്ന് ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് പാപമാണ്, മഹാകഷ്ടമാണ്. അപ്പൊ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യര് വന്ന് ഭിക്ഷയാചിച്ചപ്പോൾ ഭിക്ഷാന്തേഹി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം 2 ചെറിയ ഉണക്ക നെല്ലിക്ക ഉണ്ടായിരുന്നു. ആ നെല്ലിക്ക വിശപ്പടക്കാൻ വെച്ചിരുന്നതാണ് ആ അമ്മ. അത് ആ ശങ്കരാചാര്യർക്ക് ഭിക്ഷയായിട്ട് കൊടുത്തുവെന്നും അത് കണ്ട് മനമലിയ ശങ്കരാചാര്യര് അവിടെ നിന്ന് കനകധാരാ സ്തോത്രം ജപിക്കാൻ തുടങ്ങിയതോടെ അമ്മയുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട് കനകധാരാ സ്തോത്രം ജപിക്കാൻ തുടങ്ങിയെന്നും അപ്പോൾ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണ് പറയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കടമകലാനും നമ്മൾക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു മാർഗവും ഒരു സ്രോതസ്സുമാണ് കനകധാരാ സ്തോത്രം. അതും ആചാര്യനിൽ നിന്ന് ജപിക്കാൻ സാധിക്കുന്നവര് അത് മാത്രം വീട്ടിലിരുന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനോടുകൂടി നമ്മൾ കർമ്മവും കൂടെ ചെയ്യണം. പുറത്ത് ജോലിക്ക് പോകുന്നതിനുള്ള അല്ലെങ്കിൽ ധനം ഉണ്ടാവാനുള്ള സോഴ്സുകളൊക്കെ കണ്ടെത്തി വെക്കണം. എന്നിട്ട് നമ്മൾ വിധിപ്രകാരം തന്നെ ഏത് മന്ത്രവും ഏത് ജപവും വിധിപ്രകാരമാണ് ചെയ്യേണ്ടത്. അത് ഹൃദ്യസ്ഥമാക്കി നമ്മൾ കനകധാരാ സ്തോത്രം ജപിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഈ കടമായിട്ട് ഉള്ള തുക എത്രയാണോ
ഉദാഹരണമായിട്ട് ഇപ്പോൾ 20 ലക്ഷം രൂപ കടമുണ്ടെന്ന് വിചാരിക്കുക. ഈ 20 ലക്ഷം രൂപ കടമുള്ള വ്യക്തി അത് തീരണമെങ്കിൽ ഈ കടമുള്ള പണത്തിന്റെ ഒരംശം, 20 ലക്ഷം രൂപ കടമുള്ള ആളുടെ ഒരംശം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കൂട്ടിയെടുക്കാം. ആ ഒരംശം തുക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എടുത്തിട്ട്, അതുപോലും കയ്യിലുണ്ടാവില്ല എങ്കിൽ തന്നെ അതുകൊണ്ട് നമ്മളൊരു സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മീൻ ഉണ്ടാക്കുക, ഒരു മത്സ്യത്തിന്റെ രൂപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ആനയുടെ രൂപം ഉണ്ടാക്കുക. ഇപ്പൊ വെള്ളിയൊക്കെ ആണെങ്കിൽ അത് പുറത്ത് ഇങ്ങനെ പതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഒരു വെള്ളിയുടെ, അപ്പൊ ഉദാഹരണം 20 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ ഒരംശം വരുന്ന തുകയെടുത്ത് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മത്സ്യമോ ആനയുടെയോ രൂപമുണ്ടാക്കി എന്ത് ചെയ്യണം, മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളില് ഇത് അർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ എൻ്റെ ഈ അംശമാകുന്ന കടം, അതായത് എൻ്റെ ഈ കടമാകുന്ന അംശത്തിൽ നിന്നുള്ളതെല്ലാം അദ്ദേഹം ഭഗവാനെ അത് സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് അടുത്ത ജന്മത്തിലും ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം തരണമേ എന്നും ഭഗവാനെ ഞാൻ ഈ ജന്മവും അടുത്ത ജന്മവും സേവിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉണ്ടാക്കി കൊണ്ടുവന്ന മത്സ്യത്തിനെയോ അല്ലെങ്കിൽ ആനയുടെ രൂപമോ, ഇപ്പൊ പണമില്ലെങ്കിൽ വെള്ളിയിൽ ഉണ്ടാക്കിയാലും മതി, അത് വെള്ളിയുടെയൊക്കെ ചെറുത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെന്ന് മാർക്കറ്റിൽ, അത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് ഭഗവാന്റെ പദാർപ്പണങ്ങളിൽ അത് സമർപ്പിച്ച് ഈ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭഗവാനെ ഞാൻ എന്ത് ചെയ്തോളാം, അനുഗ്രഹിച്ചു തന്നാൽ ഞാൻ സേവ ചെയ്തോളാം, ഈ ജന്മവും അടുത്ത ജന്മവും ഞാൻ സേവ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തൊഴുതു മടങ്ങുക. ഒപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധനം വരുന്നത് വ്യാഴമാണ്. വ്യാഴത്തില് ഭഗവാനാണ്. ഗുരുവായൂരപ്പനെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ത്രിമധുരം, തുളസിമാല, അതുപോലെ തന്നെ ഭഗവാന് വേണ്ടപ്പെട്ടതായ പുഷ്പാഞ്ജലികള്, ഇങ്ങനെ ഭഗവാന് സ്തോത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസം ഭഗവാനെ കണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക, ഭഗവാനെ തൊഴുതു മടങ്ങുക. എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടും നമുക്ക് എന്താണ്, നമ്മുടെ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യം മാറിക്കിട്ടാൻ വഴിയുണ്ടാകും. ഒപ്പം തന്നെ അതിനുള്ള മന്ത്രങ്ങളും നല്ലൊരു ഗുരുവിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ച് ചൊല്ലുക.